ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ റിയാലിറ്റി സെറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ സുധീഷിനെ വിളിച്ചു വരുത്തി നിധിയാണെങ്കിൽ കാര്യങ്ങളൊക്കെ ചോദിക്കുക. എന്തിനാ എന്നോട് നുണ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ, നുണയോ? എന്ത് നുണ? എൻ്റെ ഉമ്മ ഇവളെല്ലാം കണ്ടുപിടിച്ചോ? ഏത് നുണയാണാവോ പറയണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക സുധീഷ്. ഏത് നുണയാ നിധി? ഓഹോ, അപ്പോൾ ഒരുപാട് നുണകൾ പറഞ്ഞിട്ടുണ്ടെന്ന് ഉറപ്പായില്ലേ എന്ന് ചോദിക്കുമ്പം, അയ്യോ ഇല്ല, ഒരിക്കലും ഇല്ല എടോ, ഇതുവരെ ഞാൻ ഇയാളോട് നുണ പറഞ്ഞായിട്ട് എൻ്റെ ഓർമ്മയിലേ ഇല്ലെന്ന് പറയുമ്പം, ഈ പറഞ്ഞതുപോലെ നുണയല്ലേ എന്ന് ചോദിച്ചു. എല്ലാം പച്ച കള്ളമല്ലേ എന്ന് ചോദിച്ചു. നമ്മൾ സുധീഷ് പേടിച്ച് ഇങ്ങനെ നിൽക്കുക. ഇങ്ങനെ നുണ പറയാൻ എന്താ ഒരു നാണക്കേടും തോന്നുന്നില്ലേ എന്ന് ചോദിക്കുമ്പം, നിധി ഇത്രമാത്രം ദേഷ്യപ്പെടാൻ ഞാൻ എന്തു നുണയാ പറഞ്ഞതെന്നൊന്ന് പറ, അതും കേട്ടാലല്ലേ എനിക്ക് മനസ്സിലാവത്തുള്ളൂ. നിങ്ങളുടെ ചേട്ടൻ എന്താ സൂപ്പർവൈസർ ആണോ എന്ന് ചോദിക്കുമ്പോൾ, ഓ അപ്പോൾ അതാണ് കണ്ടുപിടിച്ചതല്ലേ, അപ്പം എന്ത് പറയും? അപ്പോൾ ഉത്തരം പറയാനാണ് പറഞ്ഞത്. അത് പിന്നെ ഈ സൂപ്പർവൈസർ എന്നൊക്കെ പറയുമ്പോൾ വർക്കൊക്കെ ഇങ്ങനെ നിർത്തിക്കോളാൻ പറഞ്ഞു നിധി. മുൻപ് വീട്ടിൽ വെച്ച് പറഞ്ഞതേ ആർക്കിടെക്റ്റ് എന്നായിരുന്നു എന്ന് പറഞ്ഞു. തിരുവനന്തപുരത്തെ വലിയ വലിയ കെട്ടിടങ്ങളുടെ ഡിസൈൻ നിങ്ങളുടെ ചേട്ടൻ്റേതാണെന്നും നിങ്ങൾ പറഞ്ഞിരുന്നു എന്ന് പറയുമ്പം, ആണോ, ഞാൻ അങ്ങനെ പറഞ്ഞല്ലേ എന്നും പറഞ്ഞെങ്കിൽ നിൽക്കുമ്പോൾ, അത് ഞാൻ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളത് വിദഗ്ധമായി സൂപ്പർവൈസറാക്കി. ഇപ്പം അതും പൊളിഞ്ഞു. അല്ല, അത് പിന്നെ ഞാൻ ഈ നിധി എനിക്ക് സുഭാഷ് ഏട്ടൻ സൂപ്പർവൈസിങ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ വീട്ടിൽ വരുന്ന ബംഗാളികളൊക്കെ ഇല്ലേ, അതൊക്കെ പുള്ളിക്കാരൻ്റെ കീഴിലെ ആൾക്കാരാണെന്ന് പറയുമ്പോൾ, ഓഹോ അപ്പം മേസ്തിരിയാണെന്ന് ഞാൻ സങ്കല്പിച്ചുണ്ടാക്കിയതായിരിക്കും അല്ലേ എന്ന് ചോദിച്ചു. അത് പിന്നെ നിങ്ങളുടെ ചേട്ടന് റെക്കമെൻഡേഷൻ ആണെന്നും പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ട് പോയില്ലേ ഒരു ഇൻ്റർവ്യൂവിന്, അവിടെ ആളില്ലാത്തത് കൊണ്ട് ഇൻ്റർവ്യൂ നടന്നില്ല എന്നും പറഞ്ഞ് തിരിച്ച് എന്നെ കൊണ്ടാക്കിയില്ലേ എന്ന് ചോദിച്ചു. അതെല്ലാം നടന്നതല്ല, എൻ്റെ ഭാവനയാണല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം, അയ്യോ അല്ല, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞതല്ല. ഇന്നത്തെ ഇൻ്റർവ്യൂവിനെ പറ്റി നിങ്ങളുടെ ചേട്ടൻ ഒരറിവും ഇല്ല, അതല്ലേ ശരിക്കും സത്യമെന്ന് ചോദിക്കുമ്പോൾ, അത് ആർക്കിടെക്റ്റിനൊപ്പം നിന്ന് ജോലികൾ ചെയ്യുന്ന സൂപ്പർവൈസർ ആണെങ്കിൽ എന്താ ഇങ്ങനെ ജോലിക്ക് പോകുന്നതെന്ന് ഞാൻ ചോദിച്ചതല്ലേ, അപ്പോൾ നിങ്ങൾ എന്താ എന്നോട് പറഞ്ഞേ? അത് പിന്നെ നിധി ഞാൻ എന്താ പറഞ്ഞേ ഞാൻ ഓർക്കുന്നില്ല. ആ നുണ എങ്ങനെയാ മറന്നു പോകും, ഓർത്തിരിക്കാനേ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ചേട്ടൻ വളരെ സിമ്പിള്, പണക്കാരുടെ കൂടെ ജോലി ചെയ്യും, അതാണ് ഈ ഡ്രസ്സ് ഇട്ട് പോകുന്നത്, അത് ചേട്ടൻ്റെ സ്ട്രാറ്റജി ആണെന്നൊക്കെയല്ലേ നിങ്ങൾ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം, ആണോ എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുക. അപ്പോൾ അത് ചേട്ടനെ സൂപ്പർവൈസർ അല്ല എന്ന് ആരാ പറഞ്ഞെന്ന് ചോദിക്കുമ്പം, നിങ്ങളുടെ ചേട്ടൻ എന്താണെന്ന് ഞാൻ കണ്ടു, സുഭാഷ് ചേട്ടൻ തന്നെ എന്നോടെല്ലാം പറയുകയും ചെയ്തു എന്ന് പറഞ്ഞു. നിങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങനെ നുണ പറയുന്നത്? എങ്ങനെയാണോ ഒരാൾക്ക് ഇങ്ങനെ നുണ പറയാൻ പറ്റുന്നേ? ഒരു നുണ മറയ്ക്കാൻ വേണ്ടി അടുത്ത നുണ, അത് മറയ്ക്കാൻ വേറെ. നിങ്ങളുടെ വീട് എങ്ങനെയാണെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞത്? നിങ്ങളുടെ ചേട്ടനെ ഡിസൈനിൽ പണിത ഒരു കൊച്ചു സ്വർഗം, ആ കാണുന്ന വീടാണോ നിങ്ങളുടെ ചേട്ടനെ ഡിസൈനിൽ പടുത്തുയർത്തിയ സ്വർഗം ആണോ? എന്നിട്ട് അത് മറയ്ക്കാൻ മറ്റൊരു നുണ. അപ്പോൾ അത് പിന്നെ നിധി, അതൊന്ന് ഞാൻ വീടിനെ പറ്റി ചോദിച്ചപ്പോൾ വെറുതെ, പക്ഷെ നിധി ഞാൻ ഇപ്പോഴത്തെ വീടിനെ പറ്റി പറഞ്ഞത് നുണയൊന്നുമല്ല, അത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഈ വല്യച്ഛനും അമ്മായി ആയിട്ടുള്ള കേസിൻ്റെ കാര്യത്തിൽ. അപ്പോൾ എനിക്ക് കേൾക്കണ്ട, പറഞ്ഞു വരുമ്പോൾ അതിനിടയിൽ നിങ്ങൾ മറ്റൊരു നുണ പറയും എന്ന് പറയുമ്പോഴത്തേക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സുധീഷ് നിൽക്കും, ഒന്നും പറയാൻ പറ്റാതെ. നിങ്ങളെപ്പറ്റി ഞാൻ വിചാരിച്ചതൊന്നുമല്ല നിങ്ങൾ. എങ്ങനെ ഞാനിനി നിങ്ങളെ വിശ്വസിക്കും? മനുഷ്യനായ പറയുന്ന വാക്കിനൊരു വിലയെങ്കിലും വേണ്ടേ? നിങ്ങൾക്ക് തന്നെ നിങ്ങളോടൊരു പുച്ഛം തോന്നുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ സുധീഷ് ഇങ്ങനെ തകർന്ന് നിൽക്കുക. കേട്ടോ, മതി, ഒന്ന് നിർത്താൻ പറഞ്ഞു, പ്ലീസ്, ഇനി വേണ്ട. നിധി, ഞാൻ എൻ്റെ ചേട്ടനൊരു ആർക്കിടെക്റ്റ് ആണെന്ന് പറഞ്ഞത് എവിടെ വെച്ചിട്ടാ? അത് ഇയാളുടെ വീട്ടിൽ വെച്ചല്ലേ ഞാൻ പറഞ്ഞത്? നീ സുധീഷ് തിരിച്ച് ചോദിക്കും. കേട്ടോ, അവിടെ വെച്ചല്ലേ ഞാനിതെല്ലാം പറഞ്ഞത്? അപ്പോൾ അതെ, അതുകൊണ്ട് ഇപ്പം എന്താ? അതുകൊണ്ട് കാര്യമുണ്ട് എന്ന് പറയുമ്പോൾ നിധി ഇങ്ങനെ നോക്കുക. അപ്പോൾ അവിടെ വെച്ച് ഞാൻ തന്നോട് ഇത് പറയുമ്പോഴേ ഇയാൾ ആരോ ഒരാൾ, ഞാൻ വേറൊരാൾ അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പുതിയ എന്താ ഐഡിയ ആയിട്ട് വരുവാണല്ലോ എന്ന് നിധി ഇങ്ങനെ പറയുമ്പം, ഒരു ഐഡിയ അല്ല, തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ടവന് പോലും പറയാനുള്ളത് ഉണ്ടാവില്ല, അത് കേൾക്കണമെന്ന് പറഞ്ഞ് സുധീഷിനോട് ദയവ് ചെയ്ത് നിർത്താൻ പറഞ്ഞു നിധി. എനിക്കൊന്നും കേൾക്കണ്ട, നിങ്ങൾ ഇതിലും വലിയ ഡയലോഗ് പറയുമെന്നൊക്കെ എനിക്കറിയാം. തൂക്കിക്കൊല്ലാൻ വിധിച്ച ആളിന് അവസാനം സംസാരിക്കാൻ അവസരം കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അയ്യോ നിധി, ഞാൻ ഉദാഹരണം പറഞ്ഞതാ നിധി, ഇനി അതിൻ്റെ മുകളിൽ പിടിച്ച് തൂങ്ങരുതെന്ന് പറഞ്ഞു. ഞാൻ വിശദീകരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങളെല്ലാം പറയുക. അന്ന് അവിടെ വെച്ച് സംസാരിച്ചപ്പോൾ സംഭവിച്ചു പോയ കാര്യങ്ങളെല്ലാം സുധീഷ് നിധിയോട് പറയുക. പക്ഷെ നിധിക്ക് ഇതൊന്നും കേട്ടിട്ട് യാതൊരു കൂസലും തോന്നുന്നില്ല. കേട്ടോ, ഒരു ഡ്രൈവറായിട്ട് വന്ന ഞാൻ എൻ്റെ വീടിൻ്റെ ശരിക്കുള്ള അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കുറിച്ച് നിങ്ങൾക്ക് വലിയ വിലയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ പിന്നെ അതിന് ഞാനായിട്ട് എന്തിനൊരു അവസരം കൊടുക്കുന്നേ? അപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് അങ്ങ് കയറ്റി പറഞ്ഞു, അത്രയേ ഉള്ളൂ നിധി അത് എന്ന് സുധീഷ് നിധിയോട് പറയുക. അപ്പോൾ നിധിക്ക് ഇത് കേട്ടിട്ട് അത്ഭുതമാണ് തോന്നണതേ. ആ ഒരു സമയത്ത് നമ്മൾ രണ്ടുപേരും കല്യാണം കഴിക്കുമെന്നോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് തന്നെ ഇറക്കിക്കൊണ്ട് വരേണ്ടി വരുമെന്നോ അതൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ
നിൻ്റെ വീട്ടുകാർ പലപ്പോഴും എന്നോട് കുടുംബത്തെപ്പറ്റിയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്തൊക്കെ എനിക്ക് തോന്നിയത് ഞാൻ പറയും. ആ സമയത്ത് ചിലപ്പോൾ ഞാൻ കണ്ട സിനിമയിലെ നായകനും വീട്ടുകാരും ആയിരിക്കും എൻ്റെ മനസ്സിൽ. അപ്പം ഞാൻ അതങ്ങ് തട്ടിവിടുമെന്നും സുധീഷ് നിധിയോട് പറയുക. അല്ലാതെ ഞാൻ നിന്നെ ചതിക്കണമെന്ന് വിചാരിച്ചൊന്നും പറഞ്ഞില്ല. ഇതേ ഇപ്പോൾ ഇയാളൊരു കാറിൽ പോകാമെന്ന് വിചാരിക്കുക, അതിൻ്റെ ഓണറോ അതിൻ്റെ ഡ്രൈവറോ അല്ലെങ്കിൽ ഇയാളുടെ കുടുംബത്തെപ്പറ്റി ചോദിച്ചു. അപ്പോൾ അയാളെ വിശ്വസിച്ച് ഉള്ള സത്യങ്ങളെല്ലാം ഇയാൾ വിളിച്ച് പറയുമോ എന്ന് നിധിയോട് സുധീഷ് ചോദിക്കുക. പറയാൻ പറഞ്ഞു, സത്യം പറയുമോ എന്ന്. നിധി ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ സുധീഷ് കുറേ കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞ് നിധിയെ കൺവിൻസ് ആക്കാൻ നോക്കുക. പക്ഷേ നിധി അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല കേട്ടോ. തൻ്റെ നിസ്സഹായാവസ്ഥ എല്ലാം പറയുകയാണ്. ഞാൻ പറഞ്ഞ തെറ്റോ ശരിയോ അതൊന്നുമല്ല, ഞാൻ ചെയ്ത കാര്യങ്ങൾ താനൊന്ന് ആഴത്തിൽ ചിന്തിച്ച് നോക്ക്. തൻ്റെ അഭിപ്രായം എന്തായിരിക്കും? ശരിയാണോ തെറ്റാണോ? ശരി, ഇനി നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ കാര്യങ്ങൾ സമ്മതിക്കാം. എന്നെ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾ നുണ പറഞ്ഞത്. അപ്പോൾ അതാണ് കാര്യം. ഇവിടെ വന്നിട്ട് ഞാൻ നിങ്ങളുടെ വീട്ടിലല്ലേ താമസിക്കുന്നത്, അപ്പോൾ നിങ്ങൾ എന്നോട് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ എന്നിട്ട് നിങ്ങൾ എന്തൊക്കെ നുണ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത്? അപ്പോഴെങ്കിലും നിങ്ങൾക്ക് എന്നോട് സത്യം പറയാമായിരുന്നില്ലേ എന്ന് നിധി ചോദിക്കുമ്പം അത് പറഞ്ഞു വെച്ചത് ഞാൻ എന്ത് ചെയ്യാനാന്ന് ഓർത്ത് ഇങ്ങനെ ഒന്നും പറയാൻ പറ്റാതെ നിന്നതാണെന്ന് പറഞ്ഞു. നിധി താൻ കരുതുന്നത് പോലെയൊന്നും അല്ല. ആദ്യം ആരും നമ്മളോട് ജെനുവിനാകണമെന്നൊന്നുമില്ല. അപ്പോൾ പിന്നെ നമ്മൾ മാത്രം ജെനുവിനാകുന്നത് എന്തിനാണെന്ന് ഞാൻ കരുതി എന്ന് സുധീഷ് നിധിയോട് പറയുക. ഞാൻ പൊതുവെ സത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയാറുമില്ല. എന്തോ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ഞാൻ ഓർക്കാറുമില്ല എന്ന് പറയുമ്പം അത് ഞാൻ സമ്മതിച്ചു. പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മിക്കാറുണ്ടാവില്ല, പക്ഷെ ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞൂടെ? അപ്പോൾ വീണ്ടും സൂപ്പർവൈസറാക്കി മാറ്റിയത് എന്തിനാണെന്ന് നിധി ചോദിക്കുക സുധീഷിനോട്. അപ്പോൾ അത് പിന്നെ പെട്ടെന്ന് നാവിൽ വന്നത് അതാണെന്ന് സുധീഷ് നിധിയോട് പറയുക. വേറൊന്നും കൊണ്ടല്ല. ആർക്കിടെക്റ്റ് എന്ന് പറഞ്ഞ ഒരാൾ പെട്ടെന്ന് മേസ്തിരിയാണെന്നൊക്കെ തിരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും വലിയൊരു നുണ പറഞ്ഞവനാണല്ലോ ഞാനെന്ന് വിചാരിച്ചെങ്കിലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ അപ്പം അത് ഞാൻ ഇടയിലൊരു പ്ലേസ് ചെയ്തത്. എത്ര നാളിങ്ങനെ മൂടി വെക്കാൻ പറ്റും? ഒരു ദിവസം എന്തായാലും എല്ലാവരും എല്ലാം അറിഞ്ഞല്ലേ പറ്റൂ. അതങ്ങനെ അല്ല നിധി, ഒന്ന് മനസ്സിലാക്കും നിധി. ശരിക്കും ഇയാളോട് എല്ലാ സത്യം തുറന്നു പറയണമെന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് എന്ന് സുധീഷ് നിധിയോട് പറയുക. പക്ഷേ അതിന് ശേഷം ഇയാൾ എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിനിടയിൽ സത്യം പറയണമെന്ന് ഞാൻ ഇങ്ങനെ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കാന്ന് പറയും. അതിനെന്തിനാ അങ്ങനെ ചെയ്യുന്നത്? അതൊക്കെ വേണ്ട നുണയ്ക്കല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ സുധീഷ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇയാൾ എന്നോടൊന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞു. ഇയാളാണെങ്കിൽ പല കാര്യങ്ങളും ടെൻഷൻ അടിച്ച് ഇയാളുടെ മാനസികാവസ്ഥ അതിനേറെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പിറകോട്ട് വലിഞ്ഞത്. അതിനിടയിൽ ഞാൻ ഈ സത്യം കൂടി പറഞ്ഞ് ടെൻഷൻ കൂട്ടണ്ടെന്ന് കരുതിയിട്ടാണെന്നൊക്കെ പറഞ്ഞ് സുധീഷ് ഇങ്ങനെ നിധിയെ കൺവിൻസ് ചെയ്യിക്കാൻ നോക്കിക്കൊണ്ടേയിരിക്കാം. ഒരു വലിയ നുണയൻ്റെ വീട്ടിലാണ് ഇയാൾ താമസിക്കുന്നത് എന്ന് ഇയാൾക്ക് തോന്നരുതെന്ന് കരുതിയിട്ടാണ് ഞാൻ സത്യം പറയാതിരുന്നത് എന്നും സുധീഷ് നിധിയോട് പറയും കേട്ടോ. നിധി ഉരുകി നിൽക്കുക. അതോടുകൂടി ഇയാൾക്ക് എല്ലാവരോടുമുള്ള വിശ്വാസം പോകും. എൻ്റെ വീട്ടുകാരെ അവിശ്വസിക്കില്ലേ, അതുകൊണ്ടാണ് ഞാൻ സുധീഷ് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇപ്പോഴും നിങ്ങൾ പറഞ്ഞത് സത്യമാണെന്നൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ഇപ്പോഴും 1000 നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ് നിധി പോകും. അയ്യോ നിധി പോവില്ല, ഞാൻ പറഞ്ഞൊന്ന് കേൾക്കാൻ പറഞ്ഞു സുധീഷ്. അങ്ങനെ നിധിയുടെ കയ്യെ കാലെ പിടിച്ചു പറഞ്ഞു. പക്ഷേ നിധി അത് കേട്ടില്ല. നിധി അവിടുന്ന് പോയി. വീട്ടിലേക്കാണോ പോകുന്നേ എന്ന് സുധീഷ് ചോദിച്ചു. മിണ്ടാതെ നിധി അങ്ങ് പോയി. ഭയങ്കര കലിപ്പ് സുധീഷ് എന്നിട്ട് കുറേ ഇടിയൊക്കെ ബൈക്കിൻ്റെ സീറ്റിനിട്ടൊക്കെ ഇടിച്ചിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ നികേഷ് അവിടെ ഇരിക്കുന്നു. ഹരീഷ് ഫുഡുമായിട്ട് അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ അവരൊന്നും വന്നില്ലേ എന്ന് ചോദിച്ചു. ഏട്ടത്തിയൊക്കെ എന്തെന്ന് ചോദിച്ചു. എനിക്കറിയില്ല, ഉച്ചയായപ്പോൾ സുഭാഷ് ഏട്ടൻ വന്നിട്ടുണ്ട്. എന്തോ ഏട്ടനോട് സംസാരിക്കുന്നത് കണ്ടു, പിന്നെ കൂടെ കൂട്ടിക്കൊണ്ട് പോയി. അവർ രണ്ടുപേരും കൂടെ പോയതാണെന്ന് പറഞ്ഞു. അപ്പോൾ സുഭാഷ് തിരിച്ച് തന്നെ കയറി വരിക. ഏട്ടത്തി വന്നില്ലേ എന്ന് ചോദിച്ചു കേട്ടോ. ഏട്ടത്തി എവിടെ പോയി? എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിധി ഇങ്ങോട്ട് വന്നില്ലേ എന്ന് ചോദിച്ചു സുഭാഷ്. അപ്പോൾ സുഭാഷേൻ്റെ കൂടെയല്ലേ വന്നത്? എടാ ഞാൻ എൻ്റെ സൈറ്റിൽ കൊണ്ടുപോയതാടാ, പക്ഷെ അവിടെ നമ്മൾ നേരത്തെ പോന്നല്ലോ, ഇങ്ങോട്ട് വന്നിട്ടില്ല എന്ന് നികേഷ് പറയുമ്പോഴത്തേക്കും ഹരീഷിനും ടെൻഷൻ. എന്താ സുഭാഷ് ഏട്ടൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു നികേഷ്. അല്ല സുഭാഷ് ഏട്ടൻ എന്തിനാ ഏട്ടത്തിയെ സൈറ്റിൽ കൊണ്ടുപോയത്? എടാ അതെ, എൻ്റെ ജോലി എന്താണെന്ന് അവളെ ഒന്ന് നേരിട്ട് കാണിച്ച് ബോധ്യപ്പെടുത്താമെന്ന് കരുതിയിട്ട് കൊണ്ടുപോയതാണെന്ന് പറഞ്ഞു. പിന്നെ സുധീഷ് ഞാൻ സൂപ്പർവൈസർ ആണെന്നും എനിക്ക് കുറേ കമ്പനികളുമായിട്ട് പരിചയമുണ്ടെന്നൊക്കെ പറഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഇൻ്റർവ്യൂ തന്നെ ഞാൻ പറഞ്ഞിട്ടാണ് നിധി വിളിച്ചതെന്ന് അവൻ തട്ടിവിട്ടിരിക്കുന്നതെന്നും പറഞ്ഞു. എടാ ശരിക്കും അങ്ങനെ ഒരു ഇൻ്റർവ്യൂ പോലും ഇല്ലായിരുന്നേ, അവൻ അവളോട് നുണ പറഞ്ഞ് വെറുതെ കൊണ്ടുപോയതാണെന്ന് പറയുമ്പം ഇയാളെ എന്ത് വേണ്ടത് എന്ന് പറഞ്ഞ് ഹരീഷിന് ദേഷ്യം വന്നിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇനി എന്നാണ് ഇൻ്റർവ്യൂ നടക്കുന്നതെന്ന് ചോദിച്ചപ്പം അവളോട് സത്യം പറയണമെന്ന് ഞാൻ വിചാരിച്ചു എന്ന് സുഭാഷ് പറഞ്ഞു. ഈ സുധീഷ് ഏട്ടൻ എന്താ ഇങ്ങനെ എത്ര നുണയാ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ എന്നൊക്കെ ഹരീഷ് പറയാം. അപ്പോൾ എടാ നിനക്കറിയാമല്ലോ സുധീഷിനെ പോലെ എനിക്ക് നുണ പറഞ്ഞ് നിൽക്കാനൊന്നും അറിയില്ല. അവൾ വീണ്ടും ചോദിച്ചാൽ ഞാനെന്ത് മറുപടിയാടാ പറയാൻ പോകുന്നത്? അപ്പോൾ സുഭാഷ് ഏട്ടൻ ചെയ്ത് എന്തായാലും നന്നായി. സുധീഷ് ഏട്ടൻ നുണ പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങേരുടെ കാര്യം. അതിനുവേണ്ടി നമ്മളെല്ലാവരും കള്ളത്തരം കാണിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് ഹരീഷ് പറയും. അത് വലിയ തെറ്റാ. നാളെ ഏട്ടത്തി ഇതെല്ലാം അറിയുമ്പോൾ നിങ്ങൾ എന്തിനാ സുധീഷിൻ്റെ കൂടി എന്നോട് നുണ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് പറയുമെന്ന് ചോദിച്ചു. എടാ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് സുഭാഷ്
സുഭാഷും അന്നേരം പറഞ്ഞു. അവിടുന്ന് പോരുമ്പോൾ ഏട്ടനെ എന്തെങ്കിലും പറഞ്ഞിരുന്ന ഏട്ടാ? അപ്പം ഇല്ല, ഒന്നും പറഞ്ഞില്ല. എടാ ഞാൻ കരുതുന്ന നേരെ ഇങ്ങോട്ട് വന്നു എന്നാ, പക്ഷെ അവള് വന്നില്ല അല്ലേ? ഇനിയിപ്പോൾ ഞാൻ വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് വിളിച്ചു. പക്ഷേ കിട്ടുന്നില്ല. പിന്നെ സുധീഷിനെ വിളിച്ചു. സുഭാഷിൻ്റെ കോള് കണ്ടപ്പോൾ ഭയങ്കര ദേഷ്യം. സുധീഷാണെങ്കിൽ ഫോണും എടുത്ത് പിടിച്ചിങ്ങനെ കലിപ്പിലിങ്ങനെ നിൽക്കുക. ഹലോ, അപ്പോൾ എടാ ഞാനാടാ. മനസ്സിലായി. കാര്യം എന്താ? അതെ, നിധി നിൻ്റെ അടുത്തേക്ക് വന്നായിരുന്നോ? വന്നായിരുന്നു, ഞാൻ കണ്ടു. എന്തേ? അല്ല, അവളിതുവരെ വീട്ടിൽ തിരിച്ചെത്തിയില്ലടാ. നിന്റെ കൂടെ ഉണ്ടാകുമെന്നാ കരുതിയത്. അപ്പോഴത്തേക്കും സുധീഷിന് ടെൻഷനായി. വീട്ടിൽ വന്നില്ലേ? അല്ല, എന്നെ കണ്ടത് ഉച്ചയ്ക്കാണല്ലോ എന്ന് സുധീഷ് പറയുമ്പോൾ, അപ്പോൾ പിന്നെ അവൾ എവിടെ പോയടാ? എൻ്റെ ഈശ്വര, എവിടെ പോയി കാണുമെന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ്, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് സുധീഷ് കേട്ടാ സുധീഷേ എന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷ് വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പം അത് ചേട്ടൻ ഫോൺ വെച്ചോ, ഞാൻ അന്വേഷിക്കട്ടെ. എടാ ഞാനും വരാമെന്ന് പറഞ്ഞു. വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. എന്നിട്ട് നാടായ നാട് മുഴുവൻ അന്വേഷിച്ച് നടക്കുക. ഫോണിൽ ഫോട്ടോയൊക്കെ കാണിച്ചു, ഓട്ടോക്കാരോട്, വണ്ടിയിൽ, ബസ്സിൽ, കടക്കാരോട് ഒക്കെ. അപ്പോൾ ഇങ്ങനെ അന്വേഷിച്ച് അതിലെല്ലാം പറന്ന് നടക്കുക. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തേടി പിടിച്ച് വരുമ്പോൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് വന്നിരിപ്പുണ്ട് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ. അപ്പോഴാണ് സുധീഷിനെ ശ്വാസം നേരെ വീണത്. സുധീഷ് എന്നിട്ട് നിധിയുടെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുക കേട്ടോ. നിധി എന്നും പറഞ്ഞ് വിളിച്ചു. നിധി മൈൻഡ് പോലും ചെയ്യുന്നില്ല, തലയും തിരിച്ചു പിടിച്ചിങ്ങനെ ഇരിക്കുക. അപ്പോൾ സുധീഷ് നിധിയുടെ അടുത്തേക്ക് ചെന്നു. എന്തിനാ താനിവിടെ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോഴും ഒന്നും മിണ്ടുന്നില്ല. ഞാൻ കരുതിയത് താൻ നേരെ വീട്ടിലേക്ക് പോയി കാണുമെന്നാണെന്നും അവിടെ എല്ലാവരും തന്നെ കാണാതെ ടെൻഷൻ അടിച്ചിരിക്കുകയാണെന്നും സുധീഷ് പറയാം കേട്ടോ. അപ്പോഴും നിധിക്ക് മൈൻഡൊന്നുമില്ല. നിധി മുഖത്ത് പോലും നോക്കുന്നില്ല. നിധി ഞാൻ തന്നോടാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, താൻ കേൾക്കുന്നില്ലേ എന്ന് സുധീഷ് നിധിയോട് ചോദിച്ചു. അപ്പോഴും നിധി മൈൻഡ് ചെയ്യുന്നില്ല. നിധി ദയവ് ചെയ്ത് നീ വീട്ടിലേക്ക് വരാൻ പറഞ്ഞ് കാല് പിടിച്ച് വിളിക്കുക. നിധി വീട്ടിലെത്തിയിട്ടില്ല എന്ന് അറിഞ്ഞ് ഞാനങ്ങ് പേടിച്ചു പോയെന്നേ. എവിടെയൊക്കെ ഞാൻ അന്വേഷിച്ചെന്ന് അറിയാവോ എന്നൊക്കെ ചോദിക്കുക. ടെൻഷൻ അടിച്ച് ചത്തുപോകുന്നു എന്നുള്ളൊരു നിലയിലായിരുന്നു ഞാൻ. ഇപ്പം നേരിട്ട് കണ്ടപ്പോഴൊന്ന് ആശ്വാസമായതെന്ന് പറയുമ്പം നിങ്ങൾക്ക് എപ്പോഴും അങ്ങനെയാണല്ലേ? നിങ്ങൾ ടെൻഷൻ ആവരുത്, നിങ്ങൾക്ക് ഒന്നും സംഭവിക്കരുത്, എനിക്ക് എന്ത് സംഭവിച്ചാലും അത് പ്രശ്നമില്ലല്ലേ എന്ന് നിധി സുധീഷിനോട് ചോദിക്കുമ്പോൾ, നിധി ഞാൻ ആ അർത്ഥത്തിലൊന്നും അല്ല പറഞ്ഞത് എന്ന് സുധീഷ് നിധിയോട് പറയാം. അത് ഇയാളാണെങ്കിൽ വീട്ടിലും ചെന്നിട്ടില്ല, വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. അങ്ങനെയൊക്കെ അറിഞ്ഞ് ഞാൻ പേടിച്ചു പോയെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ എന്ത് വേണമെങ്കിലും സഹിക്കും, പക്ഷെ നുണ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് നിധി സുധീഷിനോട് ആണയിട്ട് പറയുവാണ്. ഇത്ര നാളും നിങ്ങൾ പറഞ്ഞത് മുഴുവനും നുണയായിരുന്നില്ലേ എന്ന് ചോദിച്ചു. എങ്ങനെ ഞാൻ വീട്ടിൽ പോയി സ്വസ്ഥമായിട്ട് ഇരിക്കും എന്ന് ചോദിക്കുമ്പോൾ, ഇതിനുള്ള ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, അതുകൊണ്ട് വീണ്ടും അത് തന്നെ ചോദിച്ചാൽ എങ്ങനെയാ? അപ്പം പച്ച കള്ളം പറഞ്ഞിട്ട് അതിനുള്ള കാരണം പറഞ്ഞാൽ എല്ലാം ശരിയാവുന്നതാണോ എന്ന് നിധി സുധീഷിനോട് ചോദിച്ചു. എടോ, ഞാൻ വേറെ ഇപ്പം എന്താ ചെയ്യേണ്ടത്? ഒരു കാര്യം ഞാൻ ചെയ്യാം, ഞാൻ മാപ്പ് പറയാം, എന്താ മതിയോ എന്ന് ചോദിച്ചു. പിന്നെ ഐ ആം സോറി നിധി, ഐ ആം റിയലി സോറി നിധി, സത്യമായിട്ടും വേറെ എന്ത് വേണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ടാ എന്നൊക്കെ സുധീഷ് നിധിയോട് പറയുമ്പോൾ നിധി ഇങ്ങനെ അന്തം വിട്ട് നോക്കി ഇങ്ങനെ നിൽക്കുക. ഞാൻ ചെയ്തത് തെറ്റാ, ഞാനത് സമ്മതിക്കുന്നു, സോറി. ഇത്രയേറെ കള്ളങ്ങൾ പറഞ്ഞിട്ട് സോറി എന്നൊരു വാക്ക് പറഞ്ഞ് അത് മതിയാവുന്നതാണോ എന്ന് ചോദിച്ചു. നിധി ചുമ്മാ സുധീഷിനോട് ദേഷ്യപ്പെടുക. ഇൻ്റർവ്യൂവിൻ്റെ കാര്യം പോലും നിങ്ങൾ നുണ പറഞ്ഞാലും ചോദിക്കുമ്പോൾ, അയ്യോ ഇൻ്റർവ്യൂവിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് പറഞ്ഞു സുധീഷ്. മതി, ഇനി ഈ നുണ എനിക്ക് കേൾക്കണ്ട എന്ന് നിധി സുധീഷിനോട് പറയാം. സുഭാഷ് ഏട്ടൻ ഈ കാര്യത്തിൽ ഓരോ അറിവില്ലെന്ന് എന്നോട് പറഞ്ഞു എന്ന് പറയുമ്പം ഇയാൾ തെറ്റിദ്ധരിച്ചതാണ് കേട്ടോ എന്ന് നിധിയോട് സുധീഷ് പറഞ്ഞു. സത്യമായിട്ടും സുഭാഷ് ഏട്ടനാണ് അറേഞ്ച് ചെയ്തത് എന്നുള്ളത് മാത്രമാണ് ഞാൻ നുണ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇൻ്റർവ്യൂ നടക്കുന്ന കാര്യം സത്യമായിരുന്നു, അത് എൻ്റെ ഫ്രണ്ടിൻ്റെ കമ്പനിയാണെന്നും ഇയാൾക്ക് വേണ്ടി ഞാനാ അത് സംസാരിച്ച ഇൻ്റർവ്യൂ ശരിയാക്കിയതെന്ന് സുധീഷ് പറയാം. അപ്പോൾ ഇത് ഞാൻ വിശ്വസിക്കുന്നു കരുതിയോ എന്ന് ചോദിച്ചു. അപ്പം നിധി, സത്യമാണ് നിധി ഞാൻ പറയുന്നത്. അപ്പം ശരി, നിങ്ങളുടെ ഫ്രണ്ടിനോട് പറഞ്ഞ് നിങ്ങൾ അറേഞ്ച് ചെയ്തതാണെങ്കിൽ എന്തിനാ നിങ്ങളുടെ ചേട്ടൻ്റെ പേര് നിങ്ങൾ യൂസ് ചെയ്തു എന്ന് ചോദിച്ചു. അപ്പോഴേക്കും സുധീഷിന് ഏട്ടൻ സൂപ്പർവൈസറാണെന്ന് വിശ്വസിച്ചാൽ നീ ഇങ്ങനെ നിൽക്കായിരുന്നില്ല, അപ്പോൾ ഏട്ടൻ്റെ ഒരു ഇതും കൂടെ ഉണ്ടെന്ന് അറിയുമ്പം നിനക്ക് കുറച്ചുകൂടി വിശ്വാസം ആകുമല്ലോ എന്ന് കരുതിയിട്ടാ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിനക്ക് സുഭാഷ് ഏട്ടനോട് ഒരു മതിപ്പ് തോന്നില്ലേ? അപ്പോൾ എനിക്ക് ആശ്ചര്യം തോന്നുക, ഇങ്ങനെയൊക്കെ ആലോചിച്ച് ഉറപ്പിച്ച് ഒരാൾക്ക് നുണ പറയാനൊക്കെ പറ്റുമോ എന്ന് നിധി ചോദിക്കുക സുധീഷിനോട്. നിങ്ങളൊരു പേരും കള്ളനാ, നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ദയവ് ചെയ്ത് അങ്ങനെയൊന്നും പറയില്ല നിധി എന്ന് സുധീഷ്. സത്യമായിട്ടും ഇയാൾക്ക് എങ്ങനെയെങ്കിലും ഒരു ജോലി വാങ്ങിച്ച് തരണമെന്ന് മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ എന്ന് സുധീഷ് നിധിയോട് പറയാം. എൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛനൊരു കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ടെന്നും അവനോട് പറഞ്ഞ് അവിടെയാണ് ഇൻ്റർവ്യൂ എല്ലാം ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നത്. സത്യത്തിൽ അത് നടക്കേണ്ടത് തന്നെ ആയിരുന്നു, പക്ഷേ നമ്മളവിടെ ചെല്ലുന്ന നേരത്താ ഇൻ്റർവ്യൂ നടത്തുന്നത് അവൻ്റെ അച്ഛനാണെന്നും ആൾ അവിടെ ഇല്ലയെന്നും അവൻ എന്നോട് പറഞ്ഞതെന്നും സുധീഷ് പറയാം. ഇനി വേറൊരു ദിവസം ഇൻ്റർവ്യൂ ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്, ദയവ് ചെയ്ത് എന്നെ ഒന്ന് വിശ്വസിക്കാൻ പറഞ്ഞു സുധീഷ് നിധിയോട്. വലിയ ആളായിട്ട് തിരിച്ച് ചെല്ലുമെന്നൊക്കെ വീട്ടിൽ പറഞ്ഞിട്ട് പോകുന്ന ആളല്ലേ ഞാൻ താൻ. എടോ, അതിന് വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ ചെയ്തത് എന്ന് സുധീഷ് നിധിയോട് പറയുക കേട്ടോ. പിന്നെ നിധി, ഇൻ്റർവ്യൂവിൻ്റെ കാര്യത്തിൽ ഞാൻ ഒരു നുണയും പറഞ്ഞിട്ടില്ല. ഉറപ്പായും ഇതേ ഇൻ്റർവ്യൂ വീണ്ടും
നിർത്തിക്കൊള്ളാൻ പറഞ്ഞു അന്നേരം നിധിയെ. ഇനി നിങ്ങൾ പറയുന്ന ഒരു വാക്ക് പോലും ഞാൻ വിശ്വസിക്കില്ല എന്ന് നിധി പറയുമ്പോൾ, അയ്യോ നിധി, ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ആ ഫ്രണ്ടിനെ വിളിച്ച് സ്പീക്കർ ഫോണിലിട്ട് സംസാരിക്കാം. അയാളപ്പോൾ എന്താ സംസാരിക്കുന്നത് നിധിക്ക് കേൾക്കാമല്ലോ എന്ന് പറയുമ്പോൾ, ഓഹോ അപ്പോൾ വരും അതും അറേഞ്ച് ചെയ്ത് വെച്ചോ എന്ന് നിധി സുധീഷിനോട് ചോദിക്കുക. അപ്പോൾ ഒരു രീതിയിലും നിധി അത് വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഹലോ സുധീഷ് ഫോൺ വിളിക്കുക അയാളെ. ഹലോ എടാ, ഞാനൊരു ജോലിക്കാരി നിന്നോട് പറഞ്ഞിരുന്നില്ലേടാ ആ കാര്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ അവന് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു, ഇനി അതിൻ്റെ പേരിൽ എന്നോട് ദേഷ്യപ്പെടരുത് കേട്ടോ നിധി എന്ന് സുധീഷ് പറയുകയാണ് ലൗഡ് സ്പീക്കറിൽ ഇട്ടിട്ട്. അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി നമ്മൾ അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞ ഫേക്ക് അല്ലേ എന്ന് പറയുമ്പോൾ അവിടെയും പൊളിഞ്ഞു, സാകാലതും പൊളിഞ്ഞു പാളിഷായി. സുധീഷിന് കൂട്ടുകാരന് മുട്ടം പണിയാൻ കൊടുത്തത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കാണിച്ചുകൊണ്ടും കേൾപ്പിച്ചുകൊണ്ടും നമ്മുടെ ഇന്നത്തെ കഥ ഇവിടെ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഇനി നിധി എന്ത് തീരുമാനം എടുക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, സീ ആൻഡ് ടേക്ക് കെയർ, ബൈ ബൈ.